നമുക്ക് ഇടുക്കിയിലേക്കൊന്ന് പോകാം. ഇടുക്കി വാഗമണ്ണിൽ 12 വർഷം മുമ്പ് വിതരണം ചെയ്ത ഭൂമി ഇനിയും അവകാശികൾക്ക് വിട്ടു നൽകാതെ സർക്കാർ. പട്ടയം കൈവശമുണ്ടായിട്ടും ഭൂമി സ്വന്തമാക്കാനാകാതെ ദുരിതത്തിൽ കഴിയുകയാണ് 24 കുടുംബങ്ങൾ. ഭൂരഹിതർക്ക് പതിച്ചു നൽകിയ ഭൂമി തന്റേതെന്ന അവകാശവാദമുയർത്തി സ്വകാര്യ വ്യക്തി രംഗത്തെത്തിയതാണ് ഇവർക്ക് വിനയായത്. ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? 2014 ഫെബ്രുവരി 21 ഇടുക്കിയിൽ നടന്ന ജനസമ്പർക്ക പരിപാടിയിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി 24 കുടുംബങ്ങൾക്ക് 3 സെന്റ് ഭൂമി വീതം നൽകിയത്. വാഗമൺ വില്ലേജിലെ സർവേ നമ്പർ 813 ഭൂമിയുടെ പട്ടയവും ഇവർക്ക് ലഭിച്ചു. ഇതിനുശേഷമാണ് ഈ ഒരു വിഷയത്തിൽ വലിയ വിവാദം ഉണ്ടാവുകയും ഇവർക്ക് ഭൂമി ലഭിക്കാതെ പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സ്ഥലം അളന്ന് തിരിച്ച് കല്ലിട്ട ശേഷം ഈ സ്ഥലത്ത് വീട് പണിയുന്നതിനായി ഇവരിൽ ഏതാനും ആളുകൾ അവിടേക്ക് എത്തി. ഈ സമയത്താണ് ഒരു സ്വകാര്യ വ്യക്തി രംഗത്തെത്തുന്നത്. ഈ സ്ഥലം തന്റേതാണ് അവകാശവാദവുമായി രംഗത്തെത്തുന്നത്. ഇവിടെ അതിനുശേഷം മറ്റൊരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ അയാൾ സമ്മതിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും ഈ ആളുകൾ ഉന്നയിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഏകദേശം 12 വർഷത്തോളമാകുന്നു. ഈ 12 വർഷത്തോളമായിട്ടും തങ്ങൾക്ക് പട്ടയം കൈവശമുണ്ട്, ഭൂമി ഏതാണെന്ന് കൃത്യമായി അറിയാം. അവിടെ യാതൊരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം നടത്താനോ ആ ഭൂമിയിലേക്ക് അത് പ്രവേശിക്കാനോ കഴിയാത്തൊരു സാഹചര്യം, അത്രത്തോളം ഗതികെട്ടൊരവസ്ഥയിൽ ഏകദേശം 24ഓളം കുടുംബങ്ങൾ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി തവണ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂല നിലപാട് ഒന്നും തന്നെ ഉണ്ടായില്ല. കഴിഞ്ഞ 10 വർഷമായി LDF സർക്കാരാണ് ഭരിക്കുന്നത്. നിരവധി തവണ നിരവധി ഓഫീസുകൾ കയറിറങ്ങുകയും മന്ത്രിമാരെ നേരിട്ട് കാണുകയും ഒക്കെ ചെയ്തെങ്കിലും ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിനോ അല്ലെങ്കിൽ ഇതിന് പകരമായി മറ്റൊരു സ്ഥലം നൽകുന്നതിനോ വേണ്ട യാതൊരുവിധ ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളൊരു ആരോപണമാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. നിലവിലിപ്പോൾ ആ കുടുംബങ്ങളെല്ലാം തന്നെ വലിയ ദുരിതത്തിലാണ് കഴിയുന്നത്. പലരും വാടക വീടുകളിൽ കഴിയുന്നു, തകർന്നടിയാറായ വീടുകളിൽ കഴിയുന്നു. നിലവിലിപ്പോൾ ഈ ഒരു സ്ഥലം കിട്ടിയാൽ അവിടെ വീട് വെച്ച് അവിടെ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം തന്നെ. പക്ഷേ അതിനു വേണ്ട ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്ത ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അതിന് വേണ്ട ഒരു ഇടപെടൽ നടത്താത്ത സാഹചര്യമുണ്ട്. ഇതേ തുടർന്ന് നിലവിൽ ഇപ്പോൾ ഇവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഇവർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ വിഷയത്തിൽ ഒരു അടിയന്തര പരിഹാരം ഉണ്ടാവേണ്ടതായുണ്ട്. അതുകൊണ്ട് ഇവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. സുബിൻ, 1-2 കുടുംബങ്ങളല്ല, 24 കുടുംബങ്ങളാണ് സ്വന്തമായി വീടില്ലാതെ വാടക വീട്ടിലും മറ്റും തങ്ങുന്നത്. ഇത്രയും അവരുടെ പരാതി ഉന്നയിച്ചിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് എന്തെങ്കിലും പ്രതികരണമോ മറുപടിയോ ലഭിച്ചിരുന്നോ? ഇതുവരെ ഒരു കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെയോ അല്ലെങ്കിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് ഈ ഒരു സ്ഥലം നൽകി ഇവർ വീട് വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇവിടേക്ക് എത്തുന്നത്. കല്ലിട്ട് തിരിച്ച് 3 സെന്റോളം സ്ഥലം ഇവർക്ക് ഈ വാഗമണ്ണിൽ സർവേ നമ്പർ 813 സ്ഥലം അവർക്ക് പട്ടയം നൽകുകയും അവിടെ വീട് വയ്ക്കുന്നതിന് വേണ്ടി ഇവർ എത്തുകയും ചെയ്തു. ഈ സമയത്താണ് സ്വകാര്യ വ്യക്തി രംഗത്തെത്തുന്നത്. തന്റെ സ്ഥലമാണ്, അതായത് തന്റെ കൈവശമുള്ള സ്ഥലമാണ്, തന്റെ പട്ടയ ഭൂമിയാണ് സർക്കാർ ഭൂരഹിതർക്ക് വിതരണം ചെയ്തത് എന്നുള്ള ആരോപണവുമായാണ് ഇയാൾ രംഗത്തെത്തുന്നത്. ഇതിന് വേണ്ട രേഖകൾ ഇയാളുടെ പക്കലുണ്ട് എന്നും ഇയാൾ പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ ഈ ഒരു സ്ഥലത്തിന് 2 അവകാശങ്ങൾ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ നിലവിൽ ഇവർക്ക്, അതായത് ഈ സർക്കാർ പട്ടയം നൽകിയ ആളുകൾക്ക് ഇവിടെ പ്രവേശിക്കാനോ അല്ലെങ്കിൽ അവിടെ വേണ്ട നിർമ്മാണ പ്രവർത്തനം നടത്താനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പലപ്പോഴും അവർ അവിടെ എത്തുമ്പോൾ ഈ സ്വകാര്യ വ്യക്തി ഉൾപ്പെടുന്ന ആളുകൾ ഇവരെ അവിടെ നിന്ന് പുറത്താക്കാനാണ് പതിവ്. അവിടെ കയറാൻ അനുവദിക്കാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചതാണ്. നിരവധി നിവേദനങ്ങളും അതുപോലെ തന്നെ പരാതികളുമായി സർക്കാർ ഓഫീസുകളിലും അതുപോലെ തന്നെ മന്ത്രിമാരെയൊക്കെ നേരിട്ട് കണ്ടതാണ്. ഒരു ഇടപെടലും കഴിഞ്ഞ 10 വർഷമായി ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ഗുരുതരമായ ആരോപണമാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഒരു വീട് പണിത് ആ വീടിനുള്ളിൽ, സ്വന്തമായ ഒരു വീടിനുള്ളിൽ കിടന്നുറങ്ങുക എന്നുള്ളൊരു സ്വപ്നവുമായി താമസിക്കുന്ന ആളുകളാണ് 24 കുടുംബങ്ങളിലുള്ളവരും. നിലവിലിപ്പോൾ വാടക വീടുകളിൽ വലിയ വാടക കൊടുത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. പക്ഷേ അവരുടെ ആ ഒരു കണ്ണീര് കാണാൻ സർക്കാരോ വകുപ്പ് തല ഉദ്യോഗസ്ഥരോ തയ്യാറാവാത്ത ഒരു സാഹചര്യമാണ് എന്തായാലും നിലവിൽ വാഗമണ്ണിലെ ഈ 24 കുടുംബങ്ങൾക്കുമുള്ളത്. നിലവിൽ ആ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്.